നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിലെ ഭരണകക്ഷി സഖ്യമായ മഹായുതിയിൽ ഭിന്നതയെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. സഖ്യത്തിലെ പ്രധാന കക്ഷികളിലൊന്നായ അജിത് പവാറിന്റെ എൻസിപിയുടെ ഉന്നത നേതാക്കൾ നരേന്ദ്രമോദി പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് റാലിയിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ഭിന്നതയെക്കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകമറിഞ്ഞത്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന റാലിയിൽ അജിത് പവാറിന് പുറമെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ആരും തന്നെ പങ്കെടുത്തില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മുംബൈയിലെ ഛത്രപതി ശിവാജി പാർക്കിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ് റാലി നടന്നത്. മഹായുതി സഖ്യത്തിൽ ഷിൻഡെയുടെ ശിവസേനയ്ക്കും ബിജെപിക്കും ഒപ്പം നിർണായക കക്ഷിയാണ് അജിത് പവാറിന്റെ എൻസിപി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെയും നേതാക്കളുടെയും വിട്ടുനിൽക്കൽ കാര്യമായ അഭ്യൂഹങ്ങൾക്കാണ് ഇട നൽകിയിരിക്കുന്നത്. എൻസിപി സ്ഥാനാർത്ഥികളായ സന മാലിക്, നവാബ് മാലിക്, സീഷൻ സിദ്ദിഖ് എന്നിവർ അജിത് പവാറിന്റെ പാത പിന്തുടർന്ന് തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇതോടെയാണ് ഭിന്നതയെന്ന സൂചനകൾ പുറത്തുവരുന്നത്. എൻസിപി നേതാക്കളുടെ അഭാവം പരിപാടിയിൽ പ്രകടമായിരുന്നു. ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളും രാംദാസ് അത്തേവാലയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മഹായുതി സഖ്യത്തിന്റെ ഐക്യം തകർക്കുന്ന നടപടിയാണ് എൻസിപി നേതാക്കളിൽ നിന്നുണ്ടായതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. സംസ്ഥാനത്ത് ബിജെപിയുടെ പല നിലപാടുകളിലും എൻസിപി അജിത് പവാർ വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നാണ് ചില അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കൂടാതെ നവാബ് മാലിക്കിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ബിജെപി താൽപര്യം കാട്ടാത്തതും ഭിന്നതയ്ക്ക് ഇടയാക്കുന്ന ഘടകമാണ്. ഇതോടെയാണ് നേതാക്കൾ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്നാണ് ലഭ്യമായ വിവരം. എന്നാൽ ഇത്തരം പ്രചരണങ്ങളെല്ലാം തന്നെ മുന്നണിയിലെ മറ്റ് കക്ഷികൾ നിഷേധിക്കുകയാണ് ചെയ്തത്. സഖ്യം ഒറ്റക്കെട്ടായി തന്നെ തുടരുമെന്നും പ്രവർത്തിക്കുമെന്നും ശിവസേന നേതാവ് മിലിന്ദ് ദിയോറ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബിജെപിയോ എൻസിപി അജിത് പവാർ വിഭാഗമോ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ബിജെപി ഉയർത്തിപ്പിടിക്കുന്ന കടുത്ത ഹിന്ദുത്വ അജണ്ടയാണ് എൻസിപിയെ അസ്വസ്ഥമാക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം നേരത്തെ തന്നെ ബിജെപി ഉയർത്തിയ ഹിന്ദു ഐക്യത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ അജിത് പവാർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമായും വികസന കാര്യത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രചരണം നടത്താനായിരുന്നു അജിത് പവാറിന്റെ നിർദ്ദേശം. നവംബർ 20-നാണ് സംസ്ഥാനത്ത് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. നവംബർ 23-ന് ഫലമറിയാം. ആകെ 288 സീറ്റുകളിലേക്കാണ് പോരാട്ടം. ഒരു വശത്ത് മഹായുതി സഖ്യത്തിന്റെ കുടക്കീഴിൽ ബിജെപി, ഷിൻഡെ വിഭാഗം, ശിവസേന, എൻസിപി, അജിത് പവാർ എന്നിവർ ജയം തേടി ഇറങ്ങുമ്പോൾ മറുവശത്ത് മഹാവികാസ് അഘാഡി എന്ന പേരിൽ കോൺഗ്രസ്, ശിവസേന, UBT, എൻസിപി, ശരത് പവാർ എന്നിവരും രംഗത്തുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിൽ ബിജെപിയുടെയും അവർ ഉൾപ്പെടുന്ന സഖ്യമായ മഹായുതിയുടെയും പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് പുതിയ ലോക് പോൾ സർവേ. സംസ്ഥാനത്ത് ബിജെപിക്ക് അടിതെറ്റുമെന്നും പ്രതിപക്ഷ സഖ്യമായ MVA അഥവാ മഹാവികാസ് അഘാഡി വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുമെന്നുമാണ് ലോക് പോൾ മെഗാ സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ MVA അധികാരത്തിലെത്തുമെന്നാണ് സർവേയിൽ പറയുന്നത്. മഹായുതി സഖ്യത്തിന് വിചാരിച്ചത്രയും മികച്ച രീതിയിൽ തിരഞ്ഞെടുപ്പിൽ ശോഭിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് മെഗാ സർവേ പറയുന്നത്.